സൃഷ്ടിസ്ഥിതി സംഹാരകനേ നമഃ. ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികൾക്കും വിശേഷാൽ പ്രിയ പാസ്റ്റർമാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഈ IPC കർമ്മയിലെ ഒരു മെമ്പറാണ്. ഒരു കാതികനോ ഒരു കഥാപ്രസംഗക്കാരനൊന്നുമല്ല, പ്രൊഫഷണലല്ല. എങ്കിലും IPC കർമ്മയിലിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ സാം പാസ്റ്റർ എന്നോട് പറഞ്ഞ് സജി ബ്രദർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന്. അതനുസരിച്ച് കൂടെ എനിക്കറിയാവുന്ന ഒരു കഥ നിങ്ങളുടെ മുൻപിൽ നമ്മുടെ നാടൻ കലയായ കഥാപ്രസംഗത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെട്ടു ആഗ്രഹിച്ചായിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അതിനായിട്ട് ഞങ്ങളെല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെയുണ്ട്. ആദ്യമായിട്ട് അവരെ പരിചയപ്പെടുത്താം. തബല ശ്രീ ജോൺസൺ, ഹാർമോണിയം സുനിൽ തിരുവനന്തപുരം, റിതംപാട്ട് അഭിഷേക് ദുബായ്, മെയിൽ വോയിസ് ജിജി മല്ലപ്പള്ളി, വിനോജ് മല്ലപ്പള്ളി, ജെയിംസ് മല്ലപ്പള്ളി, ലിജോ തിരുവല്ല, അജു തിരുവല്ല, ലൂക്ക് മല്ലപ്പള്ളി. ഫീമെയിൽ വോയിസ് ജിജി മല്ലപ്പള്ളി, വിജി സാം, ബിൻസി ജെയിംസ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ചെറിയ കഥ. അതാണ് ഈ കഥാവൃത്തത്തിൻ്റെ ഇതിവൃത്തം. നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരുമൊത്ത് അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. കാതികനല്ല, കലാകാരനല്ല, ഞാൻ കേവലം IPC വിശ്വാസിയാണ്. കാതികനല്ല, കർമ്മേൽ പ്രിയരെ, നമ്മുടെ ഈ കഥ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. നിറഞ്ഞ മനസ്സോടും വിതുമ്പുന്ന ചുണ്ടോടും കൂടി നിങ്ങൾ ഈ കഥ സദയം ശ്രദ്ധിക്കണമെന്ന് ഞാൻ കേണ് വീണ് താണപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കഥ തുടങ്ങുകയാണ്. ഞങ്ങളുടെ കഥയുടെ പേരാണ് യാഗം. മഹത്യാഗം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനിതാ ജീവനുള്ള ഒരു യാഗം നടക്കുകയാണ്. മധ്യപൂർവ്വ ദേശത്തെ പാലും തേനും ഒഴുകുന്ന ഫലസ്തീൻ നാട്. ആ ഫലസ്തീൻ നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. പ്രകൃതി രമണീയവും സസ്യശ്യാമളവുമായ ഭൂപ്രകൃതി. അതാ നോക്കൂ, അത്ഭുത സൃഷ്ടിയുള്ള യോർദാന്റെ ജലമിത പൊട്ടിച്ചിരിച്ചുകൊണ്ട്
മന്നം മന്നം താഴേക്ക് ഒഴുകുന്നു. അതാ യോർദാന്റെ കിഴക്ക് ഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഗിലിയാദ് പർവ്വതം. ആ ഗിലിയാദ് പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് നോക്കൂ. പച്ച പുതച്ച പുൽമേടുകളാൽ അലങ്കൃതമായ ഭൂപ്രദേശം. ഈ മനോഹരമായ ദേശം മനശ്ശയുടെ മകൻ ശേഖേമിന്റെ മകൻ ഗിലിയാദിന്റെ പേരിനാൽ അറിയപ്പെടുന്നു. ഈ ഭൂപ്രദേശത്തെ പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ ഭൂപ്രദേശം ഇന്ന് ഭീതിയുടെ കരുനീളാണ്. ജനങ്ങൾ അസ്വസ്ഥരാണ്. എവിടെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മറവിൽ ഒളിക്കുവാൻ ജനങ്ങൾ ശ്രമിക്കുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ ജനങ്ങൾ പരക്കം പായുന്നു. എന്താണ് അതിന് കാരണം? അയൽ രാജ്യമായ അമോന്യരിത ഗിലിയാദിനെതിരെ യുദ്ധത്തിനായി പാളയമിറങ്ങി. ഈ പശ്ചാത്തലത്തിൽ ഗിലിയാദിന്റെ അതിപുരാതനമായ ദേവാലയത്തിൽ ഒരു യാഗം നടക്കുകയാണ്. അമോന്യരുമായുള്ള യുദ്ധത്തിൽ വിജയം വരിക്കുവാൻ യഹോവയായ ദൈവത്തിനുള്ള വഴിപാട്. ഈ വഴിപാട് കഴിക്കുന്നത് മറ്റാരുമല്ല, ഗിലിയാദിന്റെ മകനായ വീരശൂര പരാക്രമിയായ യിഫ്താഹ്. ഈ യിഫ്താഹ് ആരെന്നും അവന്റെ പശ്ചാത്തലം എന്തെന്നും നമുക്ക് നോക്കാം. യിഫ്താഹ് ഗിലിയാദിന്റെ മകനായിരുന്നെങ്കിലും അവനൊരു കുറവുണ്ടായിരുന്നു. പല ആളുകൾക്കും അങ്ങനെയാണല്ലോ. വലിയ സ്ഥാനമാനങ്ങളൊക്കെ കാണും, പദവികൾ കാണും, പക്ഷേ എന്തെങ്കിലും ഒരു കുറവ് കാണും. അത് മതിയല്ലോ അവന്റെ പത്തി താഴ്ത്തുവാൻ. അതുകൊണ്ടാണ് നമ്മുടെ പഴയ കുഞ്ചൻ നമ്പ്യാർ ഇപ്പോഴാണ് പാടിയത്, ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അത് 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 ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. എന്നാൽ നമ്മുടെ യിഫ്താഹിന്റെ കുറ്റം ഇതൊന്നും ആയിരുന്നില്ല. യിഫ്താഹ് സുന്ദരനും പണ്ഡിതനുമായിരുന്നു, സൗമ്യനും വില്ലാളി വീരനുമായിരുന്നു. സകല അസ്ത്രശസ്ത്ര വിദ്യകളിലും അവൻ അതിനിപുണനായിരുന്നു. മാത്രമല്ല അവൻ തികഞ്ഞ ഒരു ദൈവവിശ്വാസി കൂടിയായിരുന്നു. ദൈവം അവന്റെ സങ്കേതവും കോട്ടയുമായിരുന്നു. ആ യിഫ്താഹിനെ പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ, സുന്ദര കലവരൻ സുകുമാരൻ ആനന്ദദായകൻ സൗമ്യൻ. സുന്ദര കലവരൻ സുകുമാരൻ ആനന്ദദായകൻ സൗമ്യൻ. സകല കലാ വല്ലഭൻ സർവഭൗമൻ ഗിലിയാദിൻ തിലകക്കുറി ഭക്തമനുജൻ. സകല കലാ വല്ലഭൻ സർവഭൗമൻ ഗിലിയാദിൻ തിലകക്കുറി ഭക്തമനുജൻ. യിഫ്താഹിന്റെ പ്രാർത്ഥനകൾ യാഗങ്ങളായി മാറി. അവന്റെ യാഗങ്ങൾ ദൈവ സമ്പർക്കത്തിന്റെ ആശാവേദികളായി ഉയർന്നു. യിഫ്താഹ് പരാക്രമശാലിയായിരുന്നെങ്കിലും അവനൊരു വേശ്യാപുത്രനായിരുന്നു. അതായിരുന്നു അവന്റെ കുറവ്. പക്ഷേ അവൻ ദൈവത്തെ സ്നേഹിച്ചതിനാൽ ദൈവം അവനെ സ്നേഹിച്ചു. ദൈവം കൂടെയുണ്ടെങ്കിൽ ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവം കൂടെയുണ്ടെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞതാ യിഫ്താഹ് തന്റെ വീട്ടിലേക്ക് പോകും. യിഫ്താഹിനെ സംബന്ധിച്ച് അവന്റെ കുടുംബം അവനൊരു സ്വർഗമായി. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള യോശുവയുടെ തീരുമാനത്തിൽ അവൻ അടിയുറച്ച് വിശ്വസിച്ചു, അതുപോലെ ജീവിച്ചു.
സ്നേഹ സന്തോഷത്തിന്റെ മധുരാനുഭൂതി നുകരുന്ന വണ്ടുകളെ പോലെയായിരുന്നു. സന്തോഷത്തിന്റെ പൂത്തിരി എപ്പോഴും ആ ഭവനത്തിൽ കത്തിക്കൊണ്ടിരുന്നു. അതാ നോക്കിക്ക്, ചിത്രശലഭം പോലെ ഓടി നടക്കുന്ന ഒരു പെൺകുട്ടി, യൗവനത്തിലേക്ക് കാലുകുത്തി നിൽക്കുന്ന പ്രായം. ആ പിതാവിന്റെ ഏക മകൾ. ഞങ്ങൾ അവൾക്കൊരു പേര് കൊടുക്കുകയാണ്. അവളുടെ പേരാണ് യുനീക്ക. ആ മകളെ പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ, ഇഫ്താഹിൻ പുത്രി നീ സുന്ദരിയേ, നിലയാറിൻ ഉത്തമ കന്യകയേ. ഇഫ്താഹിൻ പുത്രി നീ സുന്ദരിയേ, നിലയാറിൻ ഉത്തമ കന്യകയേ. ഓമന പുത്രിയായി വാഴുന്ന കന്യക, ഓമന പുത്രിയായി വാഴുന്ന കന്യക, ചിത്രശലഭം പോൽ പാറി നടക്കുന്നു, ചിത്രശലഭം പോൽ പാറി നടക്കുന്നു. ഇഫ്താഹിൻ പുത്രി നീ സുന്ദരിയേ, നിലയാറിൻ ഉത്തമ കന്യകയേ. എന്ത് സന്തോഷം! എന്നാൽ ഈ സന്തോഷത്തിന്റെ പിറകിലും ഇഫ്താഹിന് ഒരു ദുഃഖമുണ്ടായിരുന്നു. ഇഫ്താഹ് ഗിലിയാദിന്റെ യൗവനത്തിളപ്പിന്റെ സന്തതിയായിരുന്നു. അവനൊരു തലമുറയുടെ രോദനമായി മാറി, തീർത്താൽ തീരാത്ത വൈകാരിക ദുഃഖത്തിന്റെ പ്രതീകം. അവനൊരു പുഴുത്ത നായിയെ പോലെ ഗ്രാമങ്ങൾ തോറും അലഞ്ഞു. അവൻ ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും അവൻ അടിച്ചിറക്കപ്പെട്ടു. അവൻ ആരുമില്ലാത്തവനായി തീർന്നു. വിശേഷദേശങ്ങൾ കീഴടക്കി ഭക്തശിരോമണി ശാസ്ത്രികൾ ശ്രേഷ്ഠൻ താൻ ദേശകൻ പുത്രനായി ഭൂവിൽ വന്നു, ദേശകൻ പുത്രനായി ഭൂവിൽ വന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ദൈവം അവനെ കൈവിട്ടില്ല. അവൻ ദൈവത്തെ സ്നേഹിച്ചതിനാൽ ദൈവം അവനെയും സ്നേഹിച്ചു. ഭൗതിക സുഖത്തിനു വേണ്ടി, ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യ, നീ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു തലമുറയുടെ ദുഃഖമായി തീരാതിരിപ്പാൻ നിന്റെ നടപ്പിനെ നീ നിർമ്മലമാക്കിക്കൊള്ളുക. ഇഫ്താഹ് ചില നിസാരന്മാരായ ആളുകളും തന്റെ ബാല്യകാല ചില സുഹൃത്തുക്കളുമൊത്ത് തോബ് ദേശത്ത് എന്ന് പാർത്തു. കാലങ്ങൾ കഴിഞ്ഞു. ആ സമയം ഇതാ അമോന്യർ ഇസ്രായേലിനെതിരെ പാളയമിറങ്ങി. അവരെ നയിപ്പാൻ ആളില്ലാതെ വന്നപ്പോൾ അവർ ഇഫ്താഹിനെ ഓർത്തു. അവന്റെ കഴിവുകളെ അവർ ആദരിച്ച് ഉടനെ തന്നെ ഇസ്രായേലിലെ മൂപ്പന്മാർ എല്ലാവരും കൂടി തോബ് ദേശത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഇഫ്താഹിനെ അവർ ക്ഷണിക്കുന്നു. ഭംഗി വാക്കുകളാലും പ്രലോഭനങ്ങളാലും അവനെ അവർ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. വീരനായൊരു യോദ്ധാവേ, വീരനായൊരു പടയാളി, വാദനില്ലാത്തൊരു നാടിനൊരു നായകനായി തീരം പോരാടുവാൻ വരിക. വീരനായൊരു യോദ്ധാവേ. എന്നാൽ നമ്മുടെ ഇഫ്താഹ് സമ്മതിച്ചില്ല. തന്നെ അധിക്ഷേപിച്ചവരിതാ അമോന്യരുടെ വാളിന്റെ വായ്ത്തല കണ്ട് ഭയം ഓടി വന്നിരിക്കുന്നു. ഇല്ല, ഞാൻ അവിടേക്കില്ല. ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല. യുദ്ധത്തിന് തീ അണയും മുമ്പേ ഇവർ എന്നെ തള്ളിപ്പറയും. ഒരു കരിവേപ്പില പോലെ എന്നെ എടുത്തു കളയും. ഇല്ല, ഞാനില്ല. ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല. മൂപ്പന്മാർ അവനെ വിടുവാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇഫ്താഹ് പറയൂ, ഇഫ്താഹ് നിനക്ക് എന്താണ് വേണ്ടത്? ഇഫ്താഹ്, നിന്റെ സഹോദരങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് ദുഃഖമില്ല? ഇഫ്താഹ്, നിനക്ക് ജന്മം നൽകിയ നിന്റെ ഗിലെയാദ് ദേശം നശിച്ചു പോകുന്ന നിനക്ക് ദുഃഖമില്ലേ? ഇഫ്താഹ്,
പറയൂ ഇഫ്താഹ്, പറയൂ. ഇഫ്താഹിന്റെ ഹൃദയം തേങ്ങി, അവന്റെ മനസ്സ് നീറി. തന്റെ സഹോദരങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ, തനിക്ക് ജന്മം നൽകിയ തന്റെ ഗിലിയാദ് ദേശത്തെ കുറിച്ച് ഓർത്തപ്പോൾ ഇഫ്താഹ് പൊട്ടിക്കറിഞ്ഞു. അവൻ ചോദിക്കുകയാണ്, പറയൂ, യഹോവ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ തലവനാക്കാമോ? തലവനാക്കാം എന്ന് അവർ സമ്മതിച്ചു. മൂപ്പന്മാരെല്ലാവരും കൂടി ഇഫ്താഹിനെയും കൊണ്ട് ഗിലിയാദ് ദേശത്തേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് അവരുടെ സേനാപതിയും തലവനുമാക്കി ഇഫ്താഹിനെ അവർ അവരോധിക്കുകയാണ്. ഇതാ തള്ളിക്കളഞ്ഞ കല്ലിതാ മൂലക്കല്ലായി തീർന്നു. അവിടെ വലിയ സ്വീകരണമാണ് ഇഫ്താഹിന് ലഭിച്ചത്. ഇതാ ഇഫ്താഹും കൂട്ടരും മിസ്ബയിൽ യഹോവയുടെ സാക്ഷ്യ കൂടാരത്തിനടുത്തേക്ക് ചെന്നു. അവിടെ വെച്ച് അവർ യഹോവയായ ദൈവത്തിന് ഒരു യാഗം കഴിക്കുകയാണ്. യാഗപീഠത്തിന്റെ കൊമ്പ് പിടിച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്റെ കണ്ണുകൾ പായിച്ചുകൊണ്ട് അവനൊരു പ്രതിജ്ഞ ചെയ്യുകയാണ്. യഹോവയാം ദൈവം, സൈന്യങ്ങളുടെ ദൈവം, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ ദൈവം, പൂർവപിതാക്കളിൻ ദൈവം, സാക്ഷി സാക്ഷി സാക്ഷി. അവിടെ നിന്നും ഇഫ്താഹ് അമ്മോന്യ രാജാവുമായി സമ്പർക്കം പുലർത്തി. എന്നാൽ അമ്മോന്യ രാജാവ് ഇഫ്താഹിന്റെ വാക്ക് തെല്ലും മാനിച്ചില്ല. സന്ധി സംഭാഷണങ്ങൾ പൊളിഞ്ഞു. യുദ്ധമില്ലാതെ മറ്റു മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ഇതാ ഇഫ്താഹ് സർവ്വസന്നാഹത്തോടും കൂടി യുദ്ധത്തിനായി താഴ്വരയിലേക്ക് പുറപ്പെട്ടു. അമ്മോന്യരുടെ സൈന്യങ്ങളുമായി ഇഫ്താഹിന്റെ സൈന്യം ഏറ്റുമുട്ടി. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ യുദ്ധം ചെയ്തു. കുന്തക്കാരും വാൾക്കാരും ഒരു വശത്ത്, രഥങ്ങൾ, കുതിരച്ചവകൾ മറുവശത്ത്. ഇതാ സംഘം സംഘമായി അവർ ഏറ്റുമുട്ടുകയാണ്. വാൾശിലമ്പൊലിയും കുതിരകളുടെ ശീൽക്കാര ശബ്ദവും പരിചകൾ മുട്ടുന്ന കടകനാരവും അന്തരീക്ഷത്തെ മുഖരിതമാക്കി. ഇതാ താഴ്വാരത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ ഒരു മേഘജാലം പോലെ വാനിലേക്ക് വൻപിച്ച് യുദ്ധം നടക്കുകയാണ്. കടന്നു കറങ്ങി വെട്ടി താവണ്ടി പോലെ മറന്നു വെട്ടി പാലിന്റെ വാട്ടൊരു കേട്ടുകൊണ്ട് ഭൂമിൽ നിറഞ്ഞു നിറഞ്ഞു വെട്ടി വെട്ടായ വെട്ടൊക്കെ വെട്ടി മുറിച്ചപ്പോൾ വെട്ടായ വെട്ടൊക്കെ വെട്ടി മുറിച്ചപ്പോൾ ഇഫ്താഹിനോട് തോറ്റു ചുന്നം പാടി അമ്മോന്യ സേന ഇതാ ജീവനും കൊണ്ട് ഓടി. യുദ്ധക്കളത്തിൽ ഇഫ്താഹിന്റെ സൈന്യവും വിജയഭേരി മുഴക്കി. സകല സൈന്യവും ഇഫ്താഹിന് ചുറ്റും വന്നുകൂടി. സീമാതീതമായ സന്തോഷം, അവരുടെ സന്തോഷം അവരെ ഉന്മത്തരാക്കി. അവർ പാടുകയാണ്, ഗിലിയാദിലേക്ക് ഓടി. പട്ടണത്തിലും പാളയത്തിലും വിജയഹളത്താൽ ജനങ്ങൾ നൃത്തം ചെയ്തു തുടങ്ങി. ഇഫ്താഹിന്റെ വീട്ടിലും സംഗതി മറിച്ചായിരുന്നില്ല. ഇഫ്താഹിന്റെ ഭാര്യ, അവന്റെ ഇഷ്ടപ്രാണേശ്വരി, അവളും സന്തോഷത്താൽ ആറാടി. അവൾക്കതിന് തക്കതായ ഒരു കാരണമുണ്ട്. എല്ലാവരാലും തള്ളപ്പെട്ട് നിരാകരിക്കപ്പെട്ട തന്റെ ഭർത്താവ് ഇന്ന് രാജ്യത്തിന്റെ ഭാഗ്യദേയമായി മാറിയപ്പോൾ അവൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇഫ്താഹിന്റെ മകൾ യുനീക്ക
അവളും ഇതാ ആ ഓമന മകൾ യുണീക്ക, അവളും ഇതാ സന്തോഷത്താൽ ആറാടുകയാണ്. അവൾ തന്റെ കൂട്ടുകാരുമൊത്ത് ഇതാ പാടുകയാണ്. ഇലയാതെ ഇലയാതെ മോഹനമായൊരു മലനാടേ, ധീരന്മാരുടെ ഭാഗ്യതമാകും ഇലയാതോ രാമോദമാ, ഇന്ന് ഇലയാതോ രാമോദമാ. ഇലയാതെ ഇലയാതെ മോഹനമായൊരു മലനാടേ, ധീരന്മാരുടെ ഭാഗ്യതമാകും ഇലയാതോ രാമോദമാ, ഇന്ന് ഇലയാതോ രാമോദമാ. ഇതാ ഇഫ്താഹിനെയും സൈന്യത്തെ സ്വീകരിക്കുവാൻ ജനങ്ങൾ തിങ്ങിക്കൂടി. രാജവീതിയിലും പാതിയോരങ്ങളിലും മരക്കൊമ്പുകളിലും കൊടിത്തോരണങ്ങൾ കൊണ്ട് അവർ കമാനങ്ങൾ പണിതു. ഇതാ ആരാണ് ഈ ഓടി വരുന്നത്? അരിമ മകൾ യുണീക്ക് തന്റെ പിതാവിന്റെ വിജയരഥം കണ്ട് മതിമറന്ന ആ മകൾ തന്റെ കൂട്ടുകാരുമൊത്ത് പാടിക്കൊണ്ടിരുന്ന ആ മകൾ സൈന്യം അടുത്ത് വരുന്നത് കണ്ടിതാ രാജവീതിയിലേക്ക് ഓടി വരുന്നു. ദൂരവേ തന്റെ പിതാവിന്റെ വിജയരഥം കണ്ട് മറന്ന യുണീക്ക അവൾ നൃത്തം ചെയ്യുവാനായി തുടങ്ങി. അന്ന് അവൾ ആദ്യമായി താൻ ഇഫ്താഹിന്റെ മകൾ എന്നതിൽ അഭിമാനം കൊണ്ടു. അതാ അശ്വരഥങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നു. വരുന്നു ഞങ്ങൾ ഇലയാതിൻ വീരമക്കൾ, വിജയത്തിനുടെ ഗീതം പാടാൻ വരുന്നു ഞങ്ങൾ മക്കൾ, വിജയത്തിനുടെ ഗീതം പാടാൻ വരുന്നു ഞങ്ങൾ മക്കൾ. വരിക സോദരേ, വരിക വരിക സഹജരേ, വാനിലാകെ വിരിഞ്ഞിടുന്ന വിജയകുസുമം അണിയുവാൻ, വാനിലാകെ വിരിഞ്ഞിടുന്ന വിജയകുസുമം അണിയുവാൻ. രാജവീതിയിൽ കൂടി ആർപ്പോടും നൃത്തത്തോടും കൂടി വരുന്ന തന്റെ മകൾ യുണീക്കായി ഇഫ്താഹ് കാണുന്നു. ദൂരവേ നിന്ന് കാണുകയാണ്. ഇഫ്താഹിന്റെ രഥം ഇതാ യുണീക്കയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം ഇഫ്താഹ് തന്റെ പ്രതിജ്ഞ ഓർത്തു. ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിക്കൽ എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകുന്നു, യഹോവയ്ക്കുള്ള ഹോമയാകും. അല്ല, ഇത് ആരാണ് ഈ വരുന്നത്? എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസമായ എന്റെ മകൾ. എന്റെ ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ് ദൈവമേ. ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്റെ ദൈവമേ? ഇതാരാണ് ഈ എതിരേറ്റ് വരുന്നത്? എന്റെ ആബല്ലമായ മകൾ, ഒരേ ഒരു മകൾ യുണീക്ക. ആ പിതാവ് ആ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി തന്റെ വസ്ത്രം വലിച്ചു കീറി. എന്റെ ദൈവമേ, ഇതെന്തൊരു ശിക്ഷയാണ്! ഇതിന് തൊക്ക പാപം ഞാൻ എന്ത് ചെയ്തു ദൈവമേ? ഇതിന് തക്ക പാപം ഞാൻ എന്ത് ചെയ്തു? ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആ പിതാവ് പൊട്ടിക്കരയുകയാണ്. നശിച്ചു. എന്റെ മകളെ യുണീക്ക, എന്റെ ദൈവമേ, പിതാവായ അബ്രഹാമിന് കൊടുത്ത പരീക്ഷയേക്കാൾ എത്രയോ ഭയങ്കരമായ പരീക്ഷയാണ്. ഇതിൽ എത്രയോ നന്നായിരുന്നു ഈ യുദ്ധം ജയിക്കാതിരുന്നെങ്കിൽ.
ആ പിതാവ് ആ മകളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കുന്നു. ഓ, എന്തൊരു വിധിയാണിത്! ആ പിതാവ് പറയുകയാണ്, എന്റെ മകളെ യുനീക്ക, നിനക്കറിയാമോ മകളെ, ഞാൻ ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു മകളെ. ഇനി എനിക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല മകളെ, പിന്മാറാൻ കഴിയില്ല. ആ പിതാവിന്റെ കണ്ടവിടറി അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറി. അപ്പോൾ ആ മകൾ അവൾ പറയുകയാണ്, അപ്പ, എന്റെ അപ്പ യഹോവയോട് അപ്പൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിവർത്തിക്കണം അപ്പ, തീർച്ചയായും നിവർത്തിക്കണം. യഹോവ അമ്മോന്യരുമായുള്ള യുദ്ധം ജയിച്ചത് യഹോവയുടെ കാരണത്താലല്ലേ അപ്പ. അപ്പാ നീ യഹോവയോട് വാക്കു പറഞ്ഞു എങ്കിൽ അപ്രകാരം തന്നെ നീ ചെയ്തു പാലിച്ചിടണം. അപ്രകാരം തന്നെ നീ ചെയ്തു പാലിച്ചിടണം. മകളെ, എന്റെ മകളെ യുനീക്ക, നിന്റെ മനസ്സെത്രയോ നന്മ നിറഞ്ഞതാണ് മകളെ, നിന്റെ മനസ്സെത്രയോ നന്മ നിറഞ്ഞതാണ്. നിന്നെ ഞാൻ എങ്ങനെ ഹോമം കഴിക്കും മകളെ? ആ പിതാവിന് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ആ പിതാവ് വീണ്ടും ആ മകളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മകളെ, നീ ഇന്നൊരു യാഗവസ്തുവായിരിക്കുകയാണ്, നീ ഇന്നൊരു യാഗവസ്തുവായിരിക്കുകയാണ്, ഒരു യാഗവസ്തുവായിരിക്കുകയാണ്. ഒരു ഓർമ്മ മാത്രമായിരിക്കുകയാണ്, ഒരു ഓർമ്മ മാത്രമായിരിക്കുകയാണ്, ഒരു ഓർമ്മ മാത്രമായിരിക്കുകയാണ്. യാഗം മഹാത്യാഗം ഇതു നിസ്തുല സ്നേഹത്തിൻ ആ മകൾ തന്റെ പിതാവിൽ നിന്ന് 2 മാസത്തെ അവധി ചോദിച്ചു തന്റെ കൂട്ടുകാരുമൊത്ത് മലമുകളിലേക്ക് തന്റെ കന്യകാത്വത്തിന് പ്രാർത്ഥന കഴിക്കുവാൻ ഇതാ മലമുകളിലേക്ക് കയറിപ്പോകുന്നു. ഒരേ ഒരു മകളെ യാഗം കഴിക്കുവാൻ വിധിക്കപ്പെട്ട ആ പിതാവ് ആ മകളെ നോക്കി നിർനിമേഷനായി നോക്കി. എല്ലാ വർഷവും 4 ദിവസം ഇന്നുവരെ ഇസ്രായേലിലെ കന്യകമാർ ഇഫ്താഹിന്റെ മകളെ പ്രകീർത്തിക്കുവാൻ ആ മലമുകളിൽ പോയി പ്രാർത്ഥിക്കുക പതിവാണ്. അത് ഇന്നും അവർ ആചരിച്ചു വരുന്നു. തന്റെ സഖിമാരുമൊത്ത് മലമുകളിലേക്ക് കയറി പോകുന്ന ആ മകളെ ഓർത്ത് ആ പിതാവ് വിലപിക്കുന്നു. 2 മാസം കഴിഞ്ഞ് അവൾ തിരികെ വരുന്നു. ആ പിതാവിന്റെ സന്നിധിയിൽ പിതാവ് എടുത്ത തീരുമാനത്തിന് അവൾ സമ്മതിച്ചു കൊടുക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കഥ. ഇതോടുകൂടി ഇവിടുത്തെ ഈ കഥ അവസാനിക്കുകയാണ്. ഒരു ഇതിൽ നിന്ന് പറയാനുള്ളത്, ദൈവം മുൻപാകെ നാം എന്ത് തീരുമാനമെടുത്താലും അതിനെന്ത് വില കൊടുത്തും നാം പാലിക്കണം. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നന്ദി, നമസ്കാരം. മഹാത്യാഗം ഇതു നിസ്തുല സ്നേഹത്തിൻ ദാനം. മഹാത്യാഗം ഇതു നിസ്തുല സ്നേഹത്തിൻ ദാനം. പ്രോഗ്രാം ഭാവന, അതിനുവേണ്ടി ജിനു ജോർജിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഇപ്രകാരം IPC കർമ്മൽ ചർച്ചിൻ്റെ 10ാമത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ചർച്ചിൽ നിന്നും ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളെ ക്ഷണിക്കപ്പെട്ടവരുമായ എല്ലാവർക്കും കടന്നു വരുവാനും ഇപ്രകാരം ഒന്നിച്ച് എല്ലാവർക്കും കൂടിയിരിക്കുവാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ എളിയ മനസ്സിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ചെറിയ ഭാവനയാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്.
നമ്മുടെ നാട്ടിലൊക്കെ ഫോൺ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഇപ്രകാരം ഞാൻ ചിന്തിക്കുകയുണ്ടായി, മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി?